റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CPI-യുമായി ഇടഞ്ഞ നാട്ടിക MLA CC മുകുന്ദനെ കൂടെ നിർത്താൻ കോൺഗ്രസും BJP-യും. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും CC മുകുന്ദനുമായി സംസാരിച്ചു. മുകുന്ദനെ പാളയത്തിലെത്തിക്കാൻ BJP സംസ്ഥാന നേതൃത്വവും ശ്രമം തുടങ്ങി. നാട്ടികയിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി CC മുകുന്ദൻ രംഗത്തെത്തിയത്. സാമ്പത്തിക സ്വാധീനമാണ് ഗീതാ ഗോപിക്ക് സീറ്റ് നൽകാൻ കാരണമെന്നും പണം പിരിച്ചു നൽകാൻ കഴിവില്ലാത്തതിനാലാണ് തന്നെ തഴയുന്നതെന്നും CC മുകുന്ദൻ ആരോപിച്ചു. പാർട്ടി സീറ്റ് നൽകിയില്ലെങ്കിലും മത്സരിക്കുമെന്നാണ് മുകുന്ദന്റെ വെല്ലുവിളി. ചില കാര്യം നമുക്ക് ചോദിക്കണമല്ലോ, എന്താണ് അങ്ങനെ നിലപാട്. ഇപ്പം ഈ സ്ഥാനാർത്ഥി തന്നെ നമ്മളതിൽ പരിശോധിക്കുമ്പോൾ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അവരെ വെച്ച് ഒരുപാട് മോശപ്പേര് കേട്ടതിന് ശേഷമാണ് ഒരാ പാർട്ടിയിട്ട് തന്നെ വീണ്ടും കൊണ്ടുവന്നത്. അവർ എന്നേക്കാളും കൂടുതൽ സാമ്പത്തികം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യുന്നുള്ളൂ. എനിക്ക് 10 രൂപ പാർട്ടിക്ക് മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവർ എൻ്റെ ഒരു കുറവായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ശേഷിയായിട്ട് ചിലപ്പോൾ സ്റ്റേറ്റിൽ വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫണ്ട് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ള ശരിയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക പദ്ധതിയുള്ളവരെ കൊണ്ടുവരിക, രക്ഷപ്പെടുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇപ്പം തോന്നിയെങ്കിൽ വന്നപ്പോൾ തോന്നിയതാണ്. അപ്പം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ വ്യത്യസ്തമായ പാർട്ടിയോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അതായിട്ട് മുന്നോട്ട് തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് മനസ്സിലുള്ളത്. അതിൽ ആ തർക്കമില്ല. തന്നില്ലുണ്ടോ? സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവും. സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവുമെന്ന് CC മുകുന്ദൻ ഉറപ്പിച്ചു പറയുന്നു. അത് ആരുടെ സ്ഥാനാർത്ഥിയായി? കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയോ BJP-യുടെ പിന്തുണയോടുകൂടിയോ? പേയ്മെന്റ് സീറ്റ് ആരോപണത്തിന് പാർട്ടി മറുപടി പറയുമെന്നാണ് ഗീതാ ഗോപി പറഞ്ഞത്. സ്ഥാനാർത്ഥിത്വം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും ഗീതാ ഗോപി പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം. ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. 2 തവണ എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവരോർത്തുകൊണ്ട് തന്നെ വീണ്ടും സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അതിനെൻ്റെ പാർട്ടി കൂടെ ഉണ്ട്. നാളെ പാർട്ടി DC ഉണ്ട്. DCക്ക് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ടാണ്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, നാട്ടികയിൽ പൊട്ടിത്തെറി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. സാധാരണ ഈ പൊട്ടിത്തെറിയും വിവാദവും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ നാട്ടിക ഈസി ആയിട്ട് LDF-ന് ജയിച്ചു കയറാവുന്ന മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 1/4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുകുന്ദൻ വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുമോ? മുകുന്ദൻ ആർക്കൊപ്പം പോകും? ഒരു ഭാഗത്ത് കോൺഗ്രസ്, ഒരു ഭാഗത്ത് BJP. അരുൺകുമാർ പറഞ്ഞതിലൊരു തിരുത്തുണ്ട്. 2 തവണ മുകുന്ദൻ മത്സരിച്ചിട്ടില്ല, ഒറ്റ തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ. അതിൽ MLA ആയി. 2ാമത്തെ തവണ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് UDF-മായി ചർച്ച സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. UDF-മായുള്ള ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹവും പാതി മനസ്സ് അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഉണ്ടാകും എന്ന് അദ്ദേഹം നമ്മോട് ഉറപ്പ് പറയുന്നു. അതിനർത്ഥം എന്തു തന്നെയായാലും ഏത് മുന്നണിയിലായാലും താൻ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകും. തനിക്ക് മുറിവേറ്റിരിക്കുന്നു. ആ മുറിവിന് താൻ മറുപടി പറയും എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ ഏറ്റവും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെറും 5000 വോട്ട് മാത്രമാണ് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് കൂടുതലായുള്ളത് ഇത്തവണ. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ 28,000-ൽ നിന്ന് 5000-ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് തന്നെ CC മുകുന്ദൻ വരുമ്പോൾ ഒരുപക്ഷെ അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. CC മുകുന്ദൻ്റെ വരവ് UDF ഒരു വിജയത്തിലേക്ക് എത്തിക്കുമെന്ന കണക്കുകൂട്ടലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദ്രുതഗതിയിൽ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ BJP-യുടെ സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വം ഒക്കെയും മുകുന്ദനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരോട് വെയിറ്റ് ചെയ്യാനാണ് മുകുന്ദൻ പറഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കണം എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇത്തവണ നിലവിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ സ്ഥാനാർത്ഥിയാകും. അത് LDF-ന് അല്പം ക്ഷീണം ചെയ്യുമെന്ന് തന്നെയാണ് നിലവിലുള്ള വിലയിരുത്തൽ. ഗീതാ ഗോപി 2 തവണയുടെ MLA ആയിരുന്നു, 10 വർഷം MLA ആയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ തവണ CC മുകുന്ദന് അവസരം കൊടുക്കുന്നത്. വീണ്ടും ഗീതാ ഗോപി വരുമ്പോൾ അത് ഏത് രീതിയിൽ മണ്ഡലത്തിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണങ്ങളുമായി CC മുകുന്ദൻ രംഗത്ത് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലയിലെയും സംസ്ഥാനത്തെയും പല പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും ഗുരുതരമായ ആരോപണമായി വരും ദിവസങ്ങളിൽ CC മുകുന്ദൻ രംഗത്ത് വരും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്ന LDF-ന് അത് പ്രതിരോധിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച് ഇപ്പോഴും ഒരുപാട് പരാധീനതകളെ നടുവിൽ നിൽക്കുന്ന CC മുകുന്ദൻ പറയുന്ന വാക്കുകൾ നാട്ടിക മണ്ഡലത്തിലെ ജനങ്ങൾ ഏത് രീതിയിൽ അത് കേൾക്കും, ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നത് രാഷ്ട്രീയമായ ഏറെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. മറ്റൊരു മണ്ഡലമായിട്ട് നാട്ടിക മാറി. സാധാരണ രീതിയിൽ ജേസൺ പറഞ്ഞതുപോലെ ആ മണ്ഡലത്തിൽ അത്ര വലിയ ഉദ്യോഗമൊന്നും വരേണ്ട ആവശ്യമില്ല.
കാര്യമില്ല, അതൊരു ലെഫ്റ്റ് മണ്ഡലമാണ്. പക്ഷേ ലെഫ്റ്റ് മണ്ഡലത്തിൽ CC മുകുന്ദൻ ഇപ്പോൾ CPയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് UDFന്റെ കാൻഡിഡേറ്റായിട്ട് വരുമെങ്കിൽ നിലവിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള മണ്ഡലം എങ്ങോട്ട് മറിയും എന്ന കാര്യം ഒരു സൂപ്പർ സസ്പെൻസ് ആയിട്ട് മാറും. പകരം ഗീതാ ഗോപിയാണ് അവിടെ CPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. എന്താണ് എന്നുള്ളത് മണ്ഡലത്തിന്റെ മനസ്സിലിരിപ്പ് കണ്ടറിയാം.